കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, ഈ കാണുന്ന വീട്ടിൽ നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്യാൻ പോവാം. ഇപ്പോൾ നിലവിൽ ഫ്രെയിം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളൊരു ചെറിയൊരു വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ജിബ്രോക്കിൻ്റെ ചാനലാണ് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. ചെയ്തേക്കണ വർക്ക് എന്ന് പറയാൻ ലിവിങ് റൂം, പിന്നെ ഡൈനിങ് ഹാള്, അതുപോലെ കിച്ചൺ, മുകളിൽ 2 ബെഡ്റൂം, ഇത്രയാണ് നമ്മൾ ചെയ്തേക്കണ വർക്ക്. ഇപ്പോൾ ഫ്രെയിം വർക്കാണ് ചെയ്തേക്കുന്നത്. എക്സ്പോർട്ടിൻ്റെ ചാനലാണ്. അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ചെറിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചു തരാം. ഫ്രെയിം വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും നമ്മൾ പ്ലെയിൻ സീലിംഗ് ആണ്. ഡിസൈൻ ചെയ്യുന്നത് മൾട്ടിവുഡ് ഉപയോഗിച്ചുള്ള ഡിസൈനിങ് ആണ്. മൈക്കയും മൾട്ടിവുഡ് ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഫ്രെയിം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രെയിം വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പേർട്ടിൻ്റെ ഇതാണോ, ഫുൾ ചാനൽ എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ജിപ്സം വർക്ക് എടുത്തത് 75 രൂപ സ്ക്വയർ ഫീറ്റ്. ഒരു സ്ക്വയർ ഫീറ്റിന് 75 റേറ്റിന് എടുത്തത്. അപ്പോൾ നമ്മുടെ വർക്കിന് ഇത്ര റേറ്റ് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയതെന്ന് കാണിച്ചു തരാം. നമ്മുടെ സെക്ഷൻ അടിക്കുന്നതും അതുപോലെ സപ്പോർട്ട് അടിക്കുന്നതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ള പണിക്കാർ ചെയ്യുന്ന രീതിയല്ല. അതുകൊണ്ടോ സപ്പോർട്ട് അടിച്ചത് നമ്മൾ 2 അടി അകലത്തിലാണ് ഓരോ സപ്പോർട്ടും കൊടുത്തേക്കുന്നത്. അതുപോലെ ഇൻട്ര അടിച്ചേക്കുന്നത് നമ്മൾ 2 അടി അകലത്തിലാണ്. ഏറ്റവും കൂടിയൊന്നും അകലം 3 അടിയില്ല, 4 അടിയില്ല, 2 അടി അകലത്തിലാണ് നമ്മുടെ സപ്പോർട്ട് ഇൻട്ര അടിച്ചത് കേട്ടോ. ഈ അകലം തന്നെ 2 അടി, ഏകദേശം 2 അടി അകലം. അതിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ ഇൻട്ര അകലം ഇടാറില്ല. പിന്നെ സെക്ഷൻ അടിച്ചേക്കുന്നത് നമ്മൾ 2 അടി ഫീറ്റ്. അത് സാധാരണ അടിക്കുന്നത് എല്ലാവരും അങ്ങനെ 2 അടി അകലത്തിൽ തന്നെയാണ് അടിക്കുന്നത്. അതുപോലെ നമ്മൾ ഇവിടെയും 2 അടി അകലത്തിൽ തന്നെയാണ് അടിച്ചേക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി, അതായത് വർക്കിന് യാതൊരുവിധ കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സപ്പോർട്ടിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ബാത്റൂമിൻ്റെ അടിഭാഗം നമ്മൾ കണക്കൂട്ടിയാണ് സീലിംഗ് ഫുള്ളും കിടന്നത്. ഇതൊരു ബാത്റൂമിൻ്റെ അടിവശമാണ്. അപ്പോൾ അവിടെ വാർക്ക താത്തി ചെയ്തിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ പ്ലെയിൻ സീലിംഗ് അടിച്ചു പോകുന്നത്. ഇനി ഡിസൈൻ സീലിംഗ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസൈനിൻ്റെ വർക്ക് തുടങ്ങുന്നത്. പ്ലെയിൻ സീലിംഗ് കഴിഞ്ഞതിന് ശേഷം അതിനകത്താണ് നമ്മൾ ഡിസൈൻ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്പോർട്ടിൻ്റെ ചാനലാണ്. എക്സ്പോർട്ടിൻ്റെ ചാനൽ ഉപയോഗിച്ച് ചെയ്ത വർക്കിന് ആയതുകൊണ്ടാണ് നമ്മൾ 75 രൂപ സ്ക്വയർ ഫീറ്റ് ഇട്ടത്. സാധാ പ്ലെയിൻ സീലിങ്ങിന് നമ്മൾ 75 രൂപയാണ് ഈട് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും സെക്ഷനും പെരിമീറ്ററും മാത്രമാണ്. പെരിമീറ്ററിന് നമുക്ക് ഏകദേശം 120 രൂപ, ആ ഒരു റേഞ്ച്, 100ൻ്റെ മേലുള്ള റേഞ്ചിലാണ് നമുക്ക് ഇത് വന്നത് തന്നെ. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ ആണെങ്കിൽ നമുക്ക് ക്വാളിറ്റി കൂടുതലാണ്. അതുപോലെ വർക്കും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. അത്രയ്ക്കും നമ്മൾ സപ്പോർട്ട് അടിക്കുന്നതും അതുപോലെ ഇൻട്ര ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ അകലം കൂട്ടാത്ത രീതി. പിന്നെ ഡിസൈൻ അടിക്കുമ്പോൾ നമ്മൾ ലിവിങ് റൂമിൽ ഡിസൈൻ അടിച്ചേക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ സെക്ഷൻ അടിച്ചിട്ടുണ്ടോ ഇൻട്ര എണ്ണം കൂട്ടി, അതായത് നമുക്ക് സപ്പോർട്ട് അടിക്കുന്നതിൽ സപ്പോർട്ട് എണ്ണം കൂട്ടി, അതുപോലെ തൂക്കടിക്കുക, നമ്മൾ വെർട്ടിക്കൽ അടിക്കുന്ന ജിപ്സത്തിൽ വെയിറ്റ് പിടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇൻട്ര അടിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോവ് ടൈപ്പ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെരിമീറ്റർ താത്തി അടിച്ചേക്കുന്നതും പ്ലെയിൻ സീലിംഗ് പൊക്കി അടിച്ചേക്കുന്നതും. അപ്പോൾ വീഡിയോയിൽ അവസാന ഘട്ടം നമ്മൾ കാണിച്ചു തരാം ഇത് അടിച്ചേക്കുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചാൽ ജിബ്രോക്കിൻ്റെ ഷീറ്റാണ്. സാധാരണ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന അത്യാവശ്യം ക്വാളിറ്റി, ജിബ്രോക്കിൻ്റെ ആ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ഷീറ്റാണ് ഇത് ഉപയോഗിച്ചത്. ഏകദേശം 510 രൂപ വില തന്നെ ഒരു ഷീറ്റാണ്. ഇനി ജിബ്രോക്കിൻ്റെ പുട്ടി, അതുപോലെ തന്നെ ജിബ്രോക്കിൻ്റെ സ്ക്രൂവ്, ജിബ്രോക്കിൻ്റെ പുട്ടി തന്നെയാണ് ഉപയോഗിച്ചത്. ജോയിൻ ഫില്ലർ ഉണ്ടോ. നമ്മൾ എല്ലാം ജിബ്രോക്കിൻ്റെ സാധനങ്ങളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് കുറയ്ക്കാതെ നമ്മൾ ആ 75 രൂപ പറഞ്ഞിട്ട് ആ 75 രൂപ തന്നെയാണ് നമ്മൾ വർക്ക് എടുത്തത്. അതുപോലെ സ്ക്രൂ ആണെങ്കിലും ജിബ്രോക്കിൻ്റെ, ഫൈബർ ടൈപ്പ് ആണെങ്കിലും ജിബ്രോക്കിൻ്റെ, ഇനി ആങ്കർ ബോൾട്ട് ആണെങ്കിലും അതും ജിബ്രോക്കിൻ്റെ 10mm ബോൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രിപ്പാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ല അടിപൊളി ഗ്രിപ്പാണ് നമ്മൾ യൂസ് ചെയ്തത്. നല്ല അടിപൊളി ഗ്രിപ്പാണ് യൂസ് ചെയ്യണത്. നമ്മൾ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ
ഒരു ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ റൈറ്റിൽ നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തും കുറയ്ക്കാറില്ല. അത്രയ്ക്കും റൈറ്റാണ് നമ്മൾ കിട്ടുന്നത്. നമ്മൾ ഇപ്പോൾ ആങ്കർ ബോൾട്ട് തന്നെ ജിബ്രോക്കിൻ്റെ ലോക്കൽ സാധനം ഉപയോഗിക്കുന്നത് വളരെയേറെ കുറവാണ്. റെയർ നമ്മൾ ഏറ്റവും റൈറ്റ് കുറച്ച് ലോക്കൽ ചാനലിട്ട് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ ലോക്കൽ ചാനൽ ഇടുള്ളൂ. അതുപോലെ ജിബ്രോക്കിൻ എല്ലാ സാധനവും നമ്മൾ സൈൻഗോവൻ ജിബ്രോക്കിൻ്റെ സാധനങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതാണ് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അറിയാം എത്ര വർക്കിനകത്ത് നമ്മൾ നോർമലായിട്ടുള്ള ചാനൽ അല്ലെങ്കിൽ ലോക്കൽ ചാനൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രൂ ആണെങ്കിൽ സ്ക്രൂ നമ്മൾ ഇത് ഉപയോഗിച്ചവർക്ക് അറിയാം ജിബ്രോക്കിൻ്റെ സ്ക്രൂ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം എളുപ്പത്തിൽ സ്ക്രൂ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രില്ലിനകത്ത് ബിറ്റയിൽ വെക്കുമ്പോൾ തന്നെ അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തോളൂ. ചെറിയൊരു മാഗ്നറ്റിക് പവർ കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്കത് അടിപൊളിയായിട്ട് സ്ക്രൂ ചെയ്യാനും സാധിക്കും. അതുപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളായിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ വർക്ക് ചെയ്തിരുന്ന വീഡിയോകളായിട്ട് ഇനിയും വരും. അപ്പോൾ നന്ദി, നമസ്കാരം.